ഞാനൊരു ടെക്നീഷ്യനോ എക്സ്പേർട്ടോ അല്ല, ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണ്. ഓഡിയോ ഇലക്ട്രോണിക്സിനെയും ഓഡിയോ ആംപ്ലിഫയറുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റുഡൻറ്റ്. ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യുന്ന, അതിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുന്ന, സ്ലോലി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്. ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു ആംപ്ലിഫയറുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഒരു DIY പ്രോജക്റ്റ് പോലെ അത് ചെയ്യുകയും അത് സെയിൽ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ റിവ്യൂസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. കുറച്ച് പേർക്കൊക്കെ അത് ഇഷ്ടമായിരുന്നു. അതങ്ങനെ ഭയങ്കരമായ പവർഫുൾ ആയിട്ടുള്ളതോ ഭയങ്കര ഫിനിഷിംഗ് ഉള്ളതായിട്ടുള്ള ഒരു ആംപ്ലിഫയർ ഒന്നും അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ അത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, ഈവൻ ദോ കംപ്ലീറ്റ്ലി അത് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് അല്ലെങ്കിൽ പോലും പല ബ്രാൻഡുകളുടെ വാങ്ങിച്ച് നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെച്ചൊരു സാധനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അങ്ങനെ 2024 ഞാൻ കാനഡയിലേക്ക് വന്നു. എൻ്റെ ഹോബീസ്, എൻ്റെ ടൂൾസ്, എൻ്റെ റൂം, എൻ്റെ ടേബിൾ ഫുൾ ഓഫ് വയേഴ്സ്, ആ ഒരു സോൾഡറിങ്ങിൻ്റെ ഫ്യൂംസും എല്ലാം അവിടെ ബാക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ഒരു ഷെയർഡ് ഹൗസിലാണ് ഞാനും താമസിച്ചത്. ഇവിടുത്തെ ആ ഒരു ഫ്ലോ ഓഫ് ലൈഫിൽ ഞാനും ചേർന്നു. റെസ്പോൺസിബിലിറ്റീസ് കൂടി. അങ്ങനെ ലൈഫ് വേറെ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രാജുവലി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടുന്നത് കുറഞ്ഞു വന്നു. കാരണം എനിക്ക് കണ്ടന്റ് ഇല്ല ഇടാനായിട്ട്. നമ്മൾ ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ DIY പ്രോജക്റ്റുകളാണ് കൂടുതൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കോണ്ടന്റ് ചേഞ്ച് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇടുന്നത് കുറഞ്ഞു. എന്തിനു പറയുന്നു, ഒരു സ്ക്രൂ ഡ്രൈവർ പോലും എൻ്റെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഡൂക്ക് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു മെയിൽ വന്നത്. അവർ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഇത് ചെക്ക് ചെയ്യാനായിട്ടൊരു സ്പീക്കർ പോലും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ വാല്യൂ വില്ലേജ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്, ഫിലിപ്സിൻ്റെ സ്പീക്കർ, ഒരു പെയർ ഓഫ് സ്പീക്കേഴ്സ് നമുക്ക് കിട്ടി. അങ്ങനെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. പക്ഷേ ആ വീഡിയോ വലിയ വ്യൂസ് ഒന്നും കിട്ടിയില്ല. പക്ഷേ ആ ഒരു വീഡിയോ ഇട്ടതോടുകൂടി നമുക്ക് ആ ഒരു കണക്ഷൻ വീണ്ടും കിട്ടുകയാണ്. അങ്ങനെ ഞാൻ വീണ്ടും പല പല ബ്രാൻഡുകളുടെ പ്രോഡക്റ്റുകൾ റിവ്യൂ ചെയ്യാൻ തുടങ്ങി. ക്ലാസ് ഡി ആംപ്ലിഫയറും ഡാക്കും അങ്ങനെ പല പ്രോഡക്റ്റ്സ് റിവ്യൂ ചെയ്യാൻ തുടങ്ങി. വിൻറ്റേജ് ആംപ്ലിഫയറുകളൊക്കെ നമ്മൾ വാങ്ങിക്കുകയും വില കുറവിൽ വാങ്ങിക്കുകയും അത് റിവ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ നമുക്കൊരു കാര്യം നമ്മുടെ മൈൻഡിൽ കിടപ്പുണ്ടായിരുന്നു: ബിൽഡിംഗ് ആൻ ആംപ്ലിഫയർ ഹിയർ ഇൻ കാനഡ. ഇത് നോക്കുകയാണെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല, ഒരു ആംപ്ലിഫയർ അങ്ങ് ഉണ്ടാക്കിയ പോരെ. പക്ഷേ എനിക്ക് അത് കുറച്ച് വലിയൊരു കാര്യം തന്നെയായിരുന്നു, അതൊരു ചലഞ്ച് തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്റ്റുഡൻ്റായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ എക്സ്പെൻസീവാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ കൂട്ട് ഇലക്ട്രോണിക് കോമ്പണൻസ് ലൈക്ക് ക്യാബിനറ്റ്, ട്രാൻസ്ഫോമർ ഇങ്ങനെയൊക്കെ നമുക്കിങ്ങനെ ലോക്കലി അവൈലബിൾ അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഈ ഒരു പ്ലാനുമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ പാർട്ട് ടൈം ജോബ് ഉണ്ട്. അതിനിടയിൽ തന്നെ ഇത് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിച്ചു. അവിടെയാണ് ഈ ഒരു സീരീസിൻ്റെ ബിഗിനിങ്. ഇവിടെ കഥ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ആംപ്ലിഫയറിന് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കോമ്പണൻറ്റ് മിസ്സിംഗ് ആണെങ്കിൽ, ഒരു ഡാമേജ് ആണെങ്കിൽ, വളരെ ഒരു ചെറിയൊരു റെസിസ്റ്റർ ആണെങ്കിൽ പോലും നമുക്ക് ഈസിലി ആക്സസ്ബിൾ ആണ്. ഇവിടെ ആ പരിപാടി ഇല്ല. മേ ബി ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. വളരെ റൂറലായിട്ടുള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഷോപ്പുകളൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാറോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ള അങ്ങനെ ഒരു വെഹിക്കിളൊന്നുമില്ല. ഇവിടെ ഒരു ബസ്സിൽ കയറി ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 1-2 മണിക്കൂർ, മിനിമം ഒരു 3 മണിക്കൂറോളം നമുക്ക് അതിനകത്ത് പോകും. സോ ഇങ്ങനെ തപ്പി നടന്ന് കണ്ടുപിടിക്കാനുള്ള ടൈം നമുക്കില്ലാത്തത് കൊണ്ട് ഈ ഒരു പരിപാടി ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഓൺലൈൻ വെൻഡേഴ്സിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിഞ്ഞു. ഫ്രണ്ട് പാനൽ ചെയ്തെടുക്കാൻ നാട്ടിൽ വളരെ ഈസി ആയിരുന്നു. നമുക്ക് ചെയ്തു തരുന്ന പാർട്ടീസ് ഉണ്ട്. ഇവിടെ ഉണ്ട് ഓൺലൈനായിട്ട്. നമുക്ക് അക്രിലിക് അല്ല, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്തിരുന്ന ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ മിനിമം നമുക്ക് 5 ഓർഡേഴ്സ് എടുക്കുക അല്ലെങ്കിൽ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട്, പിന്നെ പ്ലസ് അതിൻ്റെ ഡെലിവറി ചാർജൊക്കെ നമുക്ക് നിലവിൽ എൻ്റെ അവസ്ഥ വെച്ചിട്ട് ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്കത് ആക്സസിബിൾ അല്ല. നമ്മളൊരു $50 ഒരു അലുമിനിയം ചേസസിന് $95 ഡെലിവറി ചാർജ് കൊടുക്കുക എന്ന് പറയുന്നത് നിലവിൽ എൻ്റെ അവസ്ഥയിൽ അത് നമുക്ക് നടക്കുന്ന കാര്യമില്ല. മണിയായിരുന്നു എൻ്റെ പ്രധാന പ്രശ്നം. അതുപോലെ തന്നെ സമയം, അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം, നമുക്ക് പ്രോപ്പറായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല എന്നുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വർക്കാവുമോ അതോ ഫെയിൽ ആവുമോ എന്നുള്ളതിന് 1% പോലും എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി സിമ്പിളായിട്ട് ഇതിനെ കൊണ്ടുവന്നു ഞാൻ വിചാരിച്ചു. അതായത് ക്യാബിൻ ഞാൻ തന്നെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഒരു ലോ പവർ ആംപ്ലിഫയർ, അതായത് ഒരു 50 വാട്ട്സോളം മാത്രം പെർ ചാനൽ കിട്ടുന്ന രീതിയിൽ ഒരു STക്കോ അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ ബേസ്ഡ് ബോർഡും എല്ലാം വെച്ചിട്ട്. പക്ഷേ കൂടുതലായിട്ട് ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് വെൽ നോൺ ആയിട്ടുള്ള കനേഡിയൻ വെൻഡേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നോക്കുകയാണെങ്കിൽ ന്യൂറോക്രോം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വരുന്നുണ്ട്. ടോം ക്രിസ്റ്റീൻസൺ എന്ന് പറയുന്ന ഒരാളുടെ, പുള്ളിയുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹൈ എൻഡ്, അതായത് ഒരു ഓഡിയോ ഫൈൽ ലെവലിൽ വരുന്ന പ്രോഡക്റ്റ്സാണ്. പുള്ളി അതിനെ റിസർച്ച് ചെയ്ത് എല്ലാം 3886 IC കറക്റ്റ് ചെയ്ത് പുള്ളി ഒരു PCBയും ബോർഡും കാര്യങ്ങളെല്ലാം കിറ്റായിട്ട് തന്നെ പുള്ളി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂയോർക്ക്, കാനഡ, സോളൻ, A1 പാർട്സ് ഇങ്ങനെയൊക്കെ പ്രൊഫഷണൽ ബിൽഡേഴ്സ് ആക്സസ് ചെയ്യുന്ന ഒരുപാട് ഓൺലൈൻ വെൻഡേഴ്സ് ഉണ്ട്. ഹാമണ്ട്, അത് ട്രാൻസ്ഫോമേഴ്സ് എൻക്ലോഷേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആയതുകൊണ്ടും ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ലാത്തത് കൊണ്ടും
നമുക്ക് ബഡ്ജറ്റും അത്രയും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ ബേസിക് ലെവലിൽ തുടങ്ങാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാനിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. ക്യാബിൻ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വളരെ ബേസിക് ആയിട്ട് ഒരു 50 വാട്ട്സ് വരുന്ന വളരെ ബേസിക് ഒരു ആംപ്ലിഫയറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് ഭാവിയിൽ നമുക്ക് സെറ്റപ്പ് ആയിട്ട് തുടങ്ങും. സോ എന്താണ് നമ്മുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വിൻറ്റേജ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് വാക്യൂം ട്യൂബ് പ്രീ ആംപ്ലിഫയർ സെക്ഷൻ വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ട്യൂബ് ഓഡിയോയുടെ എക്സോൺ എന്ന് പറയുന്ന ആംപ്ലിഫയർ ഉപയോഗിച്ചതിന് ശേഷം ആ ഒരു വാക്യൂം ട്യൂബ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു ഒത്തൻറ്റിക് ടോൺ ഉണ്ടല്ലോ, അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അതുകൊണ്ട് അത് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്തൊരു ഡിസൈൻ വേണം. നമുക്ക് ആ ഒരു ഡിസൈൻ അനുസരിച്ചായിരിക്കും അതിനകത്തുള്ള കോമ്പണൻസ് നമ്മൾ വാങ്ങിക്കുന്നത്, അതായത് പ്ലാൻ വെച്ചിട്ട്. അപ്പോൾ ഒരു ഡിസൈന് വേണ്ടിയിട്ട് എനിക്ക് ജോലി ചെയ്യുന്ന സമയത്തുള്ള ബ്രേക്കിലും ഒക്കെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാനിങ്ങനെ ആലോചിച്ച് സ്കെച്ച് ചെയ്യുകയും ഇമാജിൻ ചെയ്ത് എന്തൊക്കെ തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് അതെല്ലാം കറക്റ്റ് ചെയ്ത് ഒരു ഡിസൈൻ ഉണ്ടാക്കി. അങ്ങനെ ഗൂഗിളിൻ്റെ ജെമിനി ഉപയോഗിച്ചിട്ട് ഒരു 3D മോക്കപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാബിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞത്. ചെയ്തു വരുമ്പോൾ എത്രത്തോളം ഇതുപോലെ ആവുമെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഇതാണ് നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു ഡിസൈനിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നമുക്കതനുസരിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ബേസ്, അതായത് ഈ ഒരു ക്യാബിൻ്റെ ബേസ് അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കണമല്ലോ, കാരണം ട്രാൻസ്ഫോമറും ബോർഡും എല്ലാം നമ്മൾ വെക്കുന്നതാണ്. അത് വെക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് വുഡൻ ചോപ്പിംഗ് ബോർഡാണ്. അതായത് പച്ചക്കറി അരിയാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ കട്ടിംഗ് ബോർഡില്ലേ, അതാണ് നമ്മൾ എടുക്കുന്നത്. അത് അത്ര മോശമെന്ന് ഞാൻ കരുതുന്നില്ല, കാരണം അത്യാവശ്യം സ്ട്രോങ് ആണ്. സൈഡ് പാനൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോം ഷീറ്റ് കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഫോം ഷീറ്റ് നമുക്ക് വളരെ ചീപ്പായിട്ട് $1 കിട്ടും. ലൈറ്റ് വെയിറ്റ് ആണ്, അത് മാത്രമല്ല ഈസി ആയിട്ട് നമുക്ക് കട്ടിംഗ് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ഇത് വെക്കുമ്പോൾ ഹീറ്റ് ആവില്ലേ, അത് ഉരുകി പോയില്ലേ എന്നുള്ള പ്രശ്നം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഡിസൈനിൽ നല്ല രീതിയിൽ വെന്റിലേഷനൊക്കെ ഇട്ടിട്ട് പ്രോപ്പർ എയർ ഫ്ലോ കൊടുത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി കോമ്പണൻസ്, ചെറിയ ചെറിയ കോമ്പണൻസിലേക്ക് സ്വിച്ച്, വയറിങ്, കണക്റ്റേഴ്സ് ഒക്കെ നമുക്ക് തൽക്കാലം അലി എക്സ്പ്രസ്സിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് പ്ലാൻ. അലി എക്സ്പ്രസ്സിൽ നിന്ന് ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചിട്ട് ഈ സാധനം കൈ വരുമ്പോൾ എന്താവുമോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ സ്റ്റിൽ ഒരു പ്രധാന പ്രശ്നം നിൽക്കുന്നത്, ഇപ്പോൾ ബോർഡ് നമ്മൾ സെലക്ട് ചെയ്താൽ പോലും പ്രധാന പ്രശ്നം നിൽക്കുന്നത് എവിടെ നിന്ന് ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം നിൽക്കുന്നത്. അത് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അലി എക്സ്പ്രസ്, eBay അല്ലെങ്കിൽ ആമസോണിലൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ അവൈലബിൾ ആണ്. പ്രോഡക്റ്റിനേക്കാൾ ഇരട്ടി ഡെലിവറി ചാർജ് വരുന്നൊരു പ്രശ്നം നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നും ഒരു $20-25 ഒരു വിൻറ്റേജ് ആംപ്ലിഫയർ തൂക്കുക. വർക്കിംഗ് ആണെങ്കിൽ അത്ര നല്ലത്, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ആണെങ്കിൽ അത് തൂക്കുക. അതിൽ നിന്നും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ട്രാൻസ്ഫോമർ എടുക്കുക. മാത്രമല്ല മറ്റ് കോമ്പണൻസ്, എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കോമ്പണൻസ് എടുക്കുക. പക്ഷേ ആ ട്രാൻസ്ഫോമർ എന്തിനെ ബേസ് ചെയ്തിരിക്കണം, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ബോർഡിൻ്റെ വോൾട്ടേജിന് മാച്ച് ആവണം. സോ നമുക്ക് ഏത് ആംപ്ലിഫയർ ബോർഡ് എടുക്കണം എന്നുള്ളതിനകത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ട്രാൻസ്ഫോമർ എടുക്കണം എന്നുള്ളത്. അപ്പോൾ റൈറ്റ് നോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LM3886 ആംപ്ലിഫയർ ബോർഡ് അല്ലെങ്കിൽ ഒരു STK 4on4 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീരീസ് എടുക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഈ പറഞ്ഞ 2 STK അല്ലെങ്കിൽ LMO ഒരു ഡാക്കിൻ്റെ കൂടെ, അതിൻ്റെ കൂടെ ഒരു വാക്യൂം ട്യൂബ് പ്രീ ആംപ്ലിഫയർ സെക്ഷൻ, നമ്മൾ ഒരു ഡാക്കും കൂടെ ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് കയറ്റുന്നുണ്ടായിരിക്കും കേട്ടോ. ഒരു ഡാക്ക് പ്ലസ് വാക്യൂം ട്യൂബ് ആയിരിക്കും പ്രീ സെക്ഷനിൽ വരുന്നത്. പിന്നെ ടോൺ കൺട്രോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആംപ്ലിഫയർ ബോർഡിലേക്ക് വരുന്നത്. അതിനോ ഒരു ഗെയിനിൻ്റെ ഒരുപാട് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും പ്രീ സെക്ഷൻ വരുമ്പം നമുക്കത് റെക്ടിഫൈ ചെയ്ത് തന്നെ പോകാൻ നോക്കാം. ഇവിടെ വേറൊരു പോസിബിലിറ്റി ഉള്ളതാണ്, ഈ വാങ്ങിക്കുന്ന വിൻറ്റേജ് ആംപ്ലിഫയറിൽ തന്നെ ഒരു ബോർഡ് ഉണ്ടാവുമല്ലോ, ആംപ്ലിഫയർ ബോർഡ്. വൈ നോട്ട് നമ്മൾ അതിനകത്തു നിന്നുള്ള ബോർഡ് തന്നെ എടുത്താൽ എന്താണ് എന്നുള്ളൊരു ഓപ്ഷൻ, ഒരു ചിന്ത എനിക്ക് വരുന്നുണ്ട്. പക്ഷേ ശരിയാണ്, അതൊരു ഒതൻറ്റിക് DIY പ്രോജക്റ്റ് ആവില്ല. അതായത് മര്യാദയ്ക്ക് അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോർഡും ട്രാൻസ്ഫോമർ എടുത്ത് എൻ്റേതായിട്ടുള്ളൊരു ക്യാബിനിലേക്ക് വയ്ക്കുമ്പോൾ പിന്നെ ഞാൻ എന്താണ് ഇത് ചെയ്തത്, ലിറ്ററലി ഞാൻ ചെയ്യുന്നത് തന്നെയാണെങ്കിൽ പോലും നമുക്കതിനകത്തൊരു ഞാൻ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നില്ലല്ലോ. ബട്ട് സ്റ്റിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ അങ്ങനെ ബോർഡ് എടുക്കണോ അതോ ബോർഡ് വാങ്ങിച്ചിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നമ്മുടെ രീതിയിൽ, രണ്ടും കണക്ക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ 1, നമ്മുടെ ഡിസൈൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതാണ് നമ്മുടെ പ്ലാൻ. സോ സോൾജേഴ്സ്, അത്രേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ 1 ദ പ്ലാൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു പ്ലാനിനെ പറ്റി, ചാപ്റ്റർ 1നെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സജഷൻസ് ഞാൻ തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ കാണുന്നവരെ ഗുഡ് ബൈ.